പത്രോസും അപ്പസ്തോലൻ പൗലോസും നൽകിയ ദൈവവചനം വരമൊഴിയായി കേട്ടു വളർന്ന ഞങ്ങൾക്കിന്ന് ആനന്ദം ആനന്ദം ഞങ്ങൾക്കും ആനന്ദം 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 ഞങ്ങൾക്കും ആനന്ദം. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ശുശ്രൂഷയിൽ വിശ്വാസിയായി ജീവിക്കുന്നവർ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കണമെന്ന് യേശു നമ്മളോട് വചനത്തിലൂടെ പറഞ്ഞു. ഇത് വിശ്വാസത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. ഇനി നമുക്ക് വിശ്വാസം എന്നാൽ എന്താണെന്ന് ഈ ലോകത്തിലുള്ള മനുഷ്യർ പറയുന്നത് ശ്രദ്ധിക്കുക. അവർ പറയുന്നത് എങ്ങനെയാണ്? തെളിവിൽ അധിഷ്ഠിതമായ ഉറച്ച ബോധ്യമാണ് വിശ്വാസം എന്നാണ് അവർ പറയുന്നത്. തെളിവിൽ അധിഷ്ഠിതമാകുക. ഈ ലോകത്തിൻ്റെ മനുഷ്യർക്ക് എന്തിനും എവിഡൻസ് ആവശ്യമാണ്, പ്രൂഫ് ആവശ്യമാണ്, തെളിവ് ആവശ്യമാണ്. തെളിവില്ലാതെ ഒരു കാര്യവും മനുഷ്യർ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഫിലോസഫേഴ്സ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തെളിവിൽ അധിഷ്ഠിതമായ ഉറച്ച ബോധ്യമാണ് വിശ്വാസം. അല്ലാത്തതിനൊന്നിനും അവർ വിശ്വസിക്കില്ല. ഇതിനെ മുൻനിർത്തി നമ്മൾ ഒരു വിശ്വാസി അവൻ പഠിച്ച വിശ്വാസത്തെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? എബ്രായ ലേഖനം 11:1 പറയുകയാണ്, എന്താണ്? കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ളതും പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. ഘടകവിരുദ്ധമാണ് രണ്ട്. മനുഷ്യർ പറയുന്ന തെളിവ് വേണം, തെളിവില്ലാണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ലെന്ന്. ഇവിടെ പറഞ്ഞതെന്താ? ഞാൻ പ്രത്യാശിക്കും, ആശയോടെ ഇരിക്കും, അത് എനിക്ക് കിട്ടുമെന്നുള്ള ബോധ്യമുണ്ട്. അവരുടെ ഭാഷയിൽ പറഞ്ഞ, ഈ ലോകത്തിൻ്റെ മക്കളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു മിഥ്യാബോധം എന്നവർ പറയും. നമ്മളെക്കുറിച്ച് അവരങ്ങനെ പറയണം. പിന്നെ എന്താണ്? കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യം, ഉറപ്പ്. ഇതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം. പക്ഷേ ഈ ലോകത്തിൻ്റെ വിശ്വാസം അങ്ങനെയല്ല. നമ്മൾ കേട്ടതുപോലെ തെളിവുണ്ടാകണം. തെളിവില്ലെങ്കിൽ അവർ വിശ്വസിക്കില്ല. അപ്പോൾ നമ്മൾ ഏത് ഗണത്തിൽപ്പെട്ടാണെന്ന് നമ്മൾ തന്നെ പരിശോധിക്കുക. നമ്മൾ തെളിവിനെ മുൻനിർത്തിയാണ് ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. ദൈവം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ വചനത്തിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തെ വചനത്തിലൂടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചത് യോഹന്നാൻ 6-ാം അധ്യായം 40-ാം വചനം, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്തുണ്ടാകണമെന്ന്? നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവിൻ്റെ ഹിതം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 7-ാം വചനത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് കൊണ്ട് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക? പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ നമുക്ക് ഒരു മനുഷ്യനെ പോലെ കാണാൻ പറ്റില്ല. അതിന് യാതൊരു വിധത്തിലുള്ള തെളിവുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള മനുഷ്യർ പറയും ദൈവം ഇല്ല, ദൈവം ഇല്ലെന്ന് പറയും. പക്ഷേ വിശ്വാസിക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇത് ദൈവത്തെ കാണാൻ സാധിക്കും. യോഹന്നാന്റെ വിശേഷം 14-ാം അധ്യായം 16-ഉം 17-ഉം വചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ദൈവം നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം ലോകം സത്യാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ലോകത്തിലുള്ളവർക്ക് ദൈവത്തെ ദർശിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? സത്യാത്മാവിനെ അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. സത്യാത്മാവ് എവിടെയാണ്? വചനത്തിലാണുള്ളത്. വചനം സ്വീകരിക്കാൻ സാധിക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ അറിയുകയോ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെയുള്ള വ്യക്തി എപ്പോഴും പറയും ദൈവമില്ല, യേശുവില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളില്ല എന്നേ അവർ പ്രസ്താവിക്കുകയുള്ളൂ. കാരണം ഈ ലോകത്തിലുള്ളവർക്ക് വചനത്തിലുള്ള പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവില്ല, നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവില്ല, അതിനെ അവരൊട്ട് അംഗീകരിക്കുകയും ചെയ്യില്ല. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവൻ വചനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവഹിതം അന്വേഷിക്കുന്നവനായിട്ട് അത് മാറും. ദൈവഹിതം എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, അതാണ് ദൈവഹിതം.
അവിടെ നിന്ന് അയച്ചവൻ ആരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക വഴിയാണ് അവൻ ഉത്തമ വിശ്വാസിയായിട്ട് മാറുന്നത്, അവന് ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം ലഭിക്കുന്നത്. യേശുക്രിസ്തു വഴിയേ ദൈവത്തെ ഒരു മനുഷ്യന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. യേശു തന്നെ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 14:6, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ഒരുവനും പിതാവിങ്കലെത്തില്ലെന്ന്, ദൈവപിതാവിങ്കലെത്തില്ലെന്ന്. അപ്പോൾ യേശുവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഉണ്ടെന്നുള്ളതായ ബോധ്യവും കിട്ടും, പ്രത്യാശയും കിട്ടും, വിശ്വാസവും കിട്ടും. യേശു ആകുന്ന വചനത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പലർക്കും, വിശ്വാസി എന്ന് പേരെഴുതി വച്ചിരിക്കുന്ന പലർക്ക് പോലും ദൈവമില്ല എന്നുള്ള തോന്നലുള്ളത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11:6 നമുക്ക് പരിശോധിക്കാം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കാൻ കഴിയുന്നു. അപ്പോൾ 2-3 കാര്യങ്ങൾ അതിനകത്ത് എടുത്തു പറയുന്നത് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് 11:6 പറയുന്നു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നമ്മുടെ നേരെ ദൈവത്തിന് പ്രസാദം തോന്നണമെന്നുണ്ടെങ്കിലും തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിലും എന്ത് വേണം? വിശ്വാസം ആവശ്യമാണ്. തുടർന്ന് പറയുവാണ്, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്ന വ്യക്തിയാണ് നമ്മളെങ്കിൽ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുമെന്നുള്ള വിശ്വാസവും ഉണ്ടാവണം. ദൈവത്തെ അന്വേഷിക്കുന്നതിന് പ്രതിഫലമുണ്ട്. എവിടെ പറഞ്ഞേക്കണത്? നമുക്കെല്ലാവർക്കും പ്രസിദ്ധി ആർജിച്ചൊരു വചനമാണത്. നീ ആദ്യമായി അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക. മത്തായി സുവിശേഷം 6:33. അതോടൊപ്പം നിനക്ക് വേണ്ടതെല്ലാം ലഭിക്കും. അപ്പോൾ ആദ്യമായി ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ആരാ? യേശുക്രിസ്തു. നീതി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് കൊടുക്കേണ്ട 1-ാം സ്ഥാനം, മനുഷ്യർക്ക് കൊടുക്കേണ്ടത് 2-ാം സ്ഥാനം. ദൈവത്തിന് 1-ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളറിയാതെ മനുഷ്യർക്ക് 2-ാം സ്ഥാനം കൊടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നത് എന്താണ്? എന്തിനാണ്? ഈ ലോകത്തിലുള്ളവയ്ക്കാണ് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നത്. മനുഷ്യർ സൃഷ്ടിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നത്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നില്ല. അതുവഴി ദൈവത്തിൻ്റെതായ മഹത്വവും ദൈവത്തിൻ്റെതായ പ്രതിഫലവും നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നകന്നകന്ന് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക. ഇത് ശരിയാണോ ഇല്ലയെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാം 17, 18, 19 നമുക്ക് വായിക്കുമ്പോൾ വിശ്വാസത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം ഇസ്ഹാക്കിനെ സമർപ്പിച്ചത്. ഇസ്ഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അബ്രാഹാം തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി. മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹാം വിചാരിച്ചു. അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസ്ഹാക്കിനെ അബ്രാഹത്തിന് തിരിച്ചു കിട്ടി. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണത്. വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം ഇസ്ഹാക്കിനെ സമർപ്പിച്ചത്. അങ്ങേറ്റത്തെ വിശ്വാസമായിരുന്നു ദൈവത്തോട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിജാതീയനായിരുന്ന അബ്രാഹത്തോട് ദൈവം പറയുവാണ്, ഞാൻ കാണിച്ചു തരുന്ന രാജ്യത്തേക്ക് നീ ഇറങ്ങി പുറപ്പെട്ടോ, നിൻ്റെ ബന്ധുക്കളെയും എല്ലാത്തിനെയും വസ്തുവകളെ എല്ലാത്തിനും ഉപേക്ഷിച്ചിട്ട് നീ പൊയ്ക്കോ, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോയി. ഏത് സ്ഥലമാണെന്ന് പോലും ചോദിക്കാതെ അപ്പാടെ ഇറങ്ങി പുറപ്പെട്ടു. അബ്രാഹാം ഒരു വിജാതീയനായിരുന്നെന്ന് മനസ്സിലാക്കണം. അബ്രാഹത്തെക്കുറിച്ച് ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ 3-ാം വചനത്തിൽ പറയുന്നുണ്ട്. യൂഫ്രട്ടീസിനക്കരെ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ വിജാതീയ ദൈവത്തെ, അന്യദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു ജനസമൂഹത്തിൽ നിന്നും ദൈവം വിളിച്ച വ്യക്തിയാണ് അബ്രാഹാം എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 3-ാം വചനം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അബ്രാഹാം എവിടെ നിന്നാണ് വന്നതെന്ന്. നമ്മളാരും വിജാതിയായിട്ട് ജനിച്ചവരല്ല. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചവരാണ് നമ്മളെല്ലാവരും. എന്നിട്ടെന്തേ ദൈവത്തെ വിശ്വസിക്കാൻ ഇത്രയ്ക്ക് ഒരു മടി, ഒരു അലസത,
ഒരു പിന്നോക്കം പോക്ക്? വിജാതീയനായ അബ്രാഹത്തിനുണ്ടായിരുന്നതിൻ്റെ 1000-ൽ 1 അംശം പോലും വിശ്വാസം നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അബ്രാഹാം എന്നിട്ട് എന്ത് ചെയ്ത്? ദൈവം പറഞ്ഞ അക്ഷരം പ്രതി അനുസരിച്ച് ഒരു മകനെ കൊടുത്തത് 100 വയസ്സിനോടടുത്താണ് ഒരു മകനെ ദൈവം കൊടുത്തത്. വാഗ്ദാനം ചെയ്തതിന് ശേഷം 25 വർഷം കഴിഞ്ഞിട്ടാണ് പുത്രനെ ദൈവം കൊടുത്തത്. ആ പുത്രനെ ഒരു 16 വയസ്സാകുമ്പോൾ പറയുവാണ്, ഇവനെ നീ എനിക്ക് വേണ്ടി കൊണ്ട് ബലിയർപ്പിക്കണം. എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ഉടനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തെ ഒരിക്കലും ക്ലോസ് ചെയ്യാത്ത വിസ്താരം. നീ എന്തുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞു? നീ എന്തിനാണ് എന്നോട് പോകാൻ പറഞ്ഞത്? നീ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞത്? ഒന്നും ചോദിച്ചില്ല. നീ തന്ന്, നീ എടുത്ത്, നിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടെന്ന് വിശുദ്ധ ജോബ് പറഞ്ഞതുപോലെ അബ്രാഹവും മനസ്സിൽ കണ്ട്, ദൈവമേ നീ തന്നാണ് എൻ്റെ പുത്രനെ, നിനക്ക് വേണോ നീ തിരിച്ചെടുത്തു. അതിന് തുറന്ന് പറയുന്നത് എന്താണ്? ഇസ്ഹാക്കിനെ മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹാം വിശ്വസിച്ചിരുന്നെന്നാണ് വചനം പറയുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്. നമുക്ക് ആർക്കെങ്കിലും ഇപ്പോഴുണ്ട് ആ വിശ്വാസം. അതിനുശേഷം എത്രയോ മരിച്ചവരെ ദൈവം ഉയർപ്പിച്ച് അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം. യേശു ഈ ലോകത്തിൽ, ദൈവമായിരുന്ന യേശു ഈ ലോകത്തിൽ വന്ന് എത്രയോ മനുഷ്യരെ ഉയർപ്പിച്ച് ഇന്നും ഉയർപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നും യേശു നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടും നമുക്കെന്തുകൊണ്ട് ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല? അത് ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആലോചിച്ച് ആ സംശയം മാറ്റി നമ്മൾ അബ്രാഹത്തിനുള്ളതായ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം സംശയ മനസ്കരാണ് നമ്മൾ. സംശയ മനസ്കരെക്കുറിച്ച് യാക്കോസ്ലിയ 1-ാം അധ്യായത്തിൽ 7-8 വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. നമ്മൾ സംശയാലുവാണെങ്കിൽ ദൈവത്തിൽ നമുക്കൊന്നും ലഭിക്കില്ല എന്നാണ് യാക്കോസ്ലിയ നമ്മളെ പഠിപ്പിക്കുന്നത്. മർക്കോസ് വിശേഷം 11:22 മുതൽ 25 വരെയുള്ള വചനം നമുക്ക് വായിക്കാം. യേശു പറയുന്ന കൂടി നമുക്ക് കേൾക്കാം. മർക്കോസ് 11-ാം അധ്യായം 22, 24, 25. യേശു പ്രതിവചിച്ചു: ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. യേശു വിശ്വാസത്തെക്കുറിച്ച് നമ്മളോട് പറയുവാണ്. നമുക്ക് ശങ്കയുണ്ടോ എന്ന്, സംശയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹൃദയത്തിൽ ശങ്കിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ ശങ്ക വരുന്നത് എന്തുകൊണ്ടാണെന്ന് തുടർന്ന് പറഞ്ഞത്. ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു തോന്നൽ നമ്മളറിയാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കും. നിനക്ക് നിൻ്റെ സഹോദരനോട് വിരോധമില്ലേ, അപ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് കിട്ടൂല കേട്ടാ എന്നൊരു ചെറിയൊരു തോന്നൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇട്ട് തരും. ആ പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ എന്നുകൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും അങ്ങനെ പറയില്ല. പക്ഷേ പറയാൻ ഒരുത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവൻ പറയും. കാരണം തിന്മയെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ആരാണ്? അശുദ്ധാത്മാവാണ്. അവൻ്റെ ജോലി അതാണ്. തിന്മയെക്കുറിച്ച് മാത്രമേ അവൻ ചിന്തിക്കുകയുള്ളൂ. പ്രൈസ് ലോർഡ്. അവൻ പറയും, നിനക്ക് നിൻ്റെ ജ്യേഷ്ഠനോട് വിരോധമില്ലേ, നിൻ്റെ അനുജനോട് വിരോധമില്ലേ, നിൻ്റെ സഹോദരനോട് വിരോധമില്ലേ, നിൻ്റെ സഹോദരിയോട് വിരോധമില്ലേ, നിൻ്റെ മാതാപിതാക്കന്മാരുടെ വിരോധമില്ലേ, നിൻ്റെ അയൽവാസികളുടെ വിരോധമില്ലേ? ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ച് എങ്ങനെ ദൈവം കേൾക്കണത്? അങ്ങനെ തോന്നലുണ്ടായെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ വിചാരിച്ചു കൊള്ളുക, ഉടനെ പോയി രമ്യതപ്പെട്ടിട്ട് വേണം വന്ന് പ്രാർത്ഥിക്കാമെന്നാണ് കർത്താവുകളെ ഓർമ്മിപ്പിച്ചത്. പ്രൈസ് ലോർഡ്. അപ്പോൾ നിത്യജീവൻ വേണമെങ്കിൽ ദൈവവചനത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കണം എന്നുകൂടി യേശു പറയുന്നുണ്ട്. യോഹന്നാന്റെ വിശേഷം 6:47 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന്. അപ്പോൾ ഈ പറഞ്ഞു കേട്ട വചനമനുസരിച്ച് ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ
മറ്റുള്ളവരോട് വിരോധം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി വിശ്വസിക്കുകയാണെങ്കിൽ അവന് നിത്യജീവനുണ്ടെന്നുകൂടി കർത്താവായ യേശു പറയുവാണ്. യോഹന്നാന്റെ സുവിശേഷം 6:47. ഈ കാര്യത്തെക്കുറിച്ച് ആദ്യമായും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് പത്രോസ്ലിയ, വിശുദ്ധ പത്രോസ്ലിയ. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 68-69 വചനങ്ങൾ. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശുവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നുള്ള വിശ്വാസവും വേണം, അത് ഏറ്റുപറയുകയും കൂടി ചെയ്യണം നമ്മൾ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോയെന്ന് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുന്നത് നല്ലതാണ്. യേശുവിനെ പരിശുദ്ധൻ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. അധരം കൊണ്ട് നമ്മൾ അധരവ്യായാമം ചെയ്യുന്നവരാണ് എല്ലാവരും. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അധരങ്ങളോട് എന്നെ സ്തുതിക്കുന്നു, നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരത്താണെന്ന് പ്രവാചകനിലൂടെ, അതായത് യേശയ്യാപ്രവാചകത്തിലൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. യേശയ്യാപ്രവാചകൻ പറയുന്നുണ്ട്, ഈ ജനം അധരം കൊണ്ട് എന്നെ ഏറ്റുപറയുകയും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയായിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് നമ്മൾ പരിശോധിക്കണം. കർത്താവായ യേശുവിനെ പരിശുദ്ധൻ 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 എന്ന് പ്രഘോഷിക്കാൻ നിങ്ങളെക്കൊണ്ട് എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്നു മുതലത് സാധിക്കണം. ആ പരിശുദ്ധൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ, പരിശുദ്ധനായ യേശു പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായിത്തീരണമെങ്കിൽ നമ്മൾ അവനെ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കണം, പ്രഘോഷിക്കണം. അത് പ്രഘോഷിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പരിശുദ്ധരായി മാറാൻ പറ്റാത്തത്. കാരണം എന്താണെന്നറിയാമോ? അവൻ പറഞ്ഞ വചനങ്ങൾ നമ്മളിൽ മാംസം ധരിച്ചിട്ടില്ല. യേശു പറഞ്ഞ വചനങ്ങൾ നമ്മളിൽ മാംസം ധരിച്ചിട്ടില്ല. അതാണ് മക്കളെ. മുൻ പറഞ്ഞ വിശ്വാസവും ഈ അറിവും ഉള്ളവർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നതെന്ന് കർത്താവായ യേശു പറയുന്നുണ്ട്. ഈ പത്രോസ്ലിയ പറഞ്ഞതുപോലുള്ള അതേ മനോഭാവത്തിൽ നമുക്ക് ആ അറിവുണ്ടെങ്കിൽ നിത്യജീവൻ ലഭിക്കുമെന്ന് കർത്താവായ യേശു പറയുന്നുണ്ട്. യോഹന്നാന്റെ വിശേഷം 17:3 ഇങ്ങനെ പറയുന്നു, ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ യേശുക്രിസ്തുവിനെ അറിയണം, യേശുക്രിസ്തുവിനെ അയച്ചതായ പിതാവിനെയും നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നിത്യജീവനിൽ പ്രവേശിക്കില്ല. കൂടാതെ യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന പിതാവിൻ്റെ മുമ്പിൽ നമുക്കുണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്ന് കൂടി യേശു പറയുന്നത് നമുക്ക് കേൾക്കാം. യോഹന്നാന്റെ വിശേഷം 17:8-9 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവമേ, അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അങ്ങ് എനിക്ക് നൽകിയവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. അപ്പോൾ കർത്താവായ യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥം പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ ലോകത്തിലുള്ളവരായിരിക്കരുത്. വചനം വിശ്വസിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി അവിടുത്തെ മക്കളായി മാറിയാൽ മാത്രമേ യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞത്. അതാണ് പറഞ്ഞത്, അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അങ്ങ് എനിക്ക് നൽകിയവർക്ക് നൽകി എന്ന്. കണ്ടാ, പിതാവായ ദൈവം യേശുവിന് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 4 കാര്യങ്ങൾ. പിതാവെ, അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ളവരെല്ലാം എൻ്റെ അടുത്ത് വരും. 6:37 യോഹന്നാൻ. 6:44 പറയുക, അങ്ങയുടെ ആകർഷണം ലഭിച്ചവരെല്ലാം എൻ്റെ അടുത്ത് വരും. 45 പറയുവാണ്, അങ്ങിൽ നിന്ന് പഠിച്ചവരെല്ലാം എൻ്റെ അടുത്ത് വരും. 6:65 പറയുവാണ്, അങ്ങിൽ നിന്ന് വരം ലഭിച്ചവരെല്ലാം എൻ്റെ അടുത്ത് വരും. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് എന്ത്? കർത്താവായ യേശുവിൻ്റെ പ്രാർത്ഥന ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കില്ലെന്ന് പിതാവിൻ്റെ സന്നിധിയിൽ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തതിൻ്റെ കാര്യം ഇപ്പം പിടികെട്ടി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടേ ദൈവം പ്രാർത്ഥന കേൾക്കാത്തത് എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ അടുത്തേക്ക് നമ്മളാരും ചെല്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ലോർഡ്. തുടർന്ന് നമുക്ക് ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 16-20 വചനങ്ങൾ ശ്രദ്ധിക്കാം. നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. എന്തെന്നാൽ
നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. 20 പറയുവാണ്, ഗലാത്യർ 2:20. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അപ്പോൾ നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയൊന്നും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ നമുക്ക് ഏറ്റുപറയാൻ സാധിക്കില്ലെന്നാണ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു നിയമാനുഷ്ഠാനത്തിനും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. നിയമം വഴി ഒരിക്കലും ഒരാളും നീതീകരിക്കപ്പെടുന്നില്ല, അതാണ് കാര്യം. വിശ്വാസം വഴിയാണ് നീതീകരിക്കപ്പെടുന്നത്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു നിയമാനുഷ്ഠാനം നടത്തിക്കൊണ്ട്, അനുഷ്ഠാന കലകൾ നടത്തിക്കൊണ്ട്, ആചാരങ്ങൾ നടപ്പാക്കിക്കൊണ്ടൊന്നും ദൈവം നമ്മളെ തിരിഞ്ഞു നോക്കില്ല. നമ്മളെ വിശ്വാസിയായിട്ട് കണക്കാക്കുകയും ചെയ്യില്ല ദൈവം. അതാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. എന്തിനാണ് ക്രൂശിതനാകേണ്ടത്? വചനം കേട്ട് എൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് എൻ്റെ പാപം ക്രിസ്തുവിനോടുകൂടി ക്രൂശിൽ വെച്ച് തറച്ചെന്നേക്കുമായി ഞാൻ നശിപ്പിച്ച് കളയണം. പിന്നെ അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും പാടില്ല. അതിനെ വെറുക്കണം ഞാൻ പരിപൂർണമായിട്ട്. അപ്പോൾ ഞാൻ ആരായിട്ട് മാറും? ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ ഈ ലോക ജീവിതം ക്രിസ്തു എനിക്ക് വേണ്ടി ബലിയർപ്പിച്ചെന്നുള്ള ബോധ്യത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയായിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ നിയമാനുഷ്ഠാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ കേവന്മാരാണെന്ന് വിചാരിക്കരുത്. നിയമാനുഷ്ഠാനത്തെക്കുറിച്ച് ദൈവത്തിന് മുമ്പിൽ ഫരിസേയൻ നൽകുന്ന ഒരു പ്രബന്ധമുണ്ട്. കർത്താവായ യേശു തന്നെ അത് അവതരിപ്പിക്കുകയാണ്. ലൂക്കാസ് വിശേഷം 18-ാം അധ്യായത്തിൽ 11 മുതൽ 14 വരെ ശ്രദ്ധിച്ച് കേട്ടോ. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഈ ഫരിസേയൻ്റെ അടുത്തൊരു ചുങ്കക്കാരൻ നിൽപ്പുണ്ട്. അവനെ ചൂണ്ടിക്കൊണ്ട് പറയുവാണ്, ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. അടുത്ത വചനത്തിൽ, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. അവൻ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റവൻ എന്തെല്ലാം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചത്? ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, വീതം പള്ളിക്ക് കൊടുക്കണം, പിന്നെന്താണ് അനുഷ്ഠാനങ്ങൾ നടത്തുന്നു. എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നതെല്ലാം അക്കമിട്ട് ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതൊന്നും ദൈവം കാണുന്നില്ലെന്നാണ് ഫരിസേയൻ്റെ വിചാരം. കർത്താവായ യേശു അതിനെക്കുറിച്ച് പറയുവാണ്, അഭിപ്രായം പറയുവാണ്. ലൂക്ക 18:14, ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. കാരണം തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അപ്പോൾ നിയമാനുഷ്ഠാനത്തിനോ കാഴ്ച കൊടുക്കലിനോ ഉപവാസത്തിനോ കർത്താവിൻ്റെ മുമ്പിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുക, ഞാൻ പറയണില്ല. അടുത്തത് 1 കൊരിന്ത്യർക്കാർ 1-ാം ലേഖനം 15-19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം? നമ്മളുടെ എല്ലാം പ്രത്യാശ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയും വിശ്വാസവും എല്ലാം ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും തപ്പിക്കൂട്ടി കഴിച്ചു പോകണം, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സൂത്രത്തിലൊന്ന് കഴിഞ്ഞു പോകണം. അതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ എല്ലാ ജനതകളെക്കാൾ നിർഭാഗ്യരാണെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കണം. അപ്പോൾ ആ നിർഭാഗ്യം നമ്മൾ ഏറ്റുവാങ്ങാതിരിക്കാൻ ഇനിയെങ്കിലും എൻ്റെ സഹോദരങ്ങളെ ഉത്തമ വിശ്വാസികളായിട്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവിടെ നിന്ന് മണവാളനായി പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളെ അവിടത്തെ മണവാട്ടി വരെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കാൻ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞങ്ങൾ ഇത്രയും ദിവസം കേട്ട 4 ക്ലാസ്സുകളായി കേട്ട വിശ്വാസത്തെക്കുറിച്ചുള്ള എല്ലാ വചനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും പരിശുദ്ധ മറിയം
വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ഞങ്ങൾ കേട്ട വചനങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഉത്തമരായ വിശ്വാസികളായി തുടർന്നുള്ള ജീവിതം നയിക്കുവാനും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവിച്ചു വാഴുന്ന സർവശക്തനും ആനന്ദകരുണാനിധിയുമായ കർത്താവായ യേശുവെ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.